to masturbation. നമുക്കിന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, നാളെ എക്സാം അല്ലേ. നമുക്ക് ഗ്രാഫ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പഴയ വീഡിയോ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണണം കേട്ടോ, ഇട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രോ ദ ഗ്രാഫ്. നമുക്ക് കുറച്ച് ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. അതിൻ്റെ ഡൊമെയിനും റേഞ്ചും. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. ഇങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1. എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1. വണ്ണ് കൊടുത്താൽ 2. -1 കൊടുത്താൽ എന്ത് കിട്ടും? 2. നമുക്ക് ഇവിടെ നിന്നാണ് ഗ്രാഫ് വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ, സ്കെയിൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡൊമെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് ഓക്കെ 1 to above 1 അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് എന്തെഴുതാം? റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to ഇൻഫിനിറ്റി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതാണ് ക്ലോസ്ഡ് 1. ഇവിടെ 1 വരുന്നുണ്ട്. 1 to ഇൻഫിനിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. നമ്മൾ ഫസ്റ്റ് വരച്ചത് മോഡ് എക്സ് പ്ലസ് 1 വെളിയിൽ, ഇത് മോഡ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ എക്സിന് -1 കൊടുത്താലാണ് 0 വരുന്നത് അല്ലേ. നമ്മളിവിടെ -1 0 1, ഇവിടെയാണ് 0 വരുന്നത്. -2 കൊടുത്താൽ ഒരു -2 + 1 -1 അബ്സല്യൂട്ട് വാല്യൂ 1. ഗ്രാഫ് ഇങ്ങനെ വരും. നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R. റേഞ്ച് എന്താ വരുന്നത്? 0 to ഇൻഫിനിറ്റിയാണ്. ഇവിടെ y കോർഡിനേറ്റ് എന്താ? 0. അപ്പോൾ അത് മുതൽ മുകളിലോട്ട് പോസിറ്റീവ്. Zero to infinity. F of x is equal to mod x minus 2. ഇവിടെ പോസിറ്റീവ് 2 കൊടുക്കുമ്പോഴാണ് 0 വരുന്നത് അല്ലേ. പോസിറ്റീവ് 2 നിങ്ങൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 കൊടുത്താൽ 1 - 2 -1 അബ്സല്യൂട്ട് വാല്യൂ 1, അങ്ങനെ പോകും. ഇവിടെ ഡൊമെയിൻ എന്താ എഴുതിയിരിക്കുന്ന? ഡൊമെയിനാണ് ക്യാപിറ്റൽ R. ഇവിടെയും റേഞ്ച് എന്താ? 0 to ഇൻഫിനിറ്റി. കാരണം 0 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലോസ്ഡ് കൊടുക്കുന്നത്. Find the domain and range. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇവിടെ റൂട്ട് സിമ്പൽ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പർ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. x-1 greater than or equal to 0. x greater than or equal to
1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് ഡൊമെയിൻ എങ്ങനെ എഴുതാം? ഡി ഡൊമെയിനാണ് 1 മുതൽ അങ്ങോട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ 1 എഴുതുക, ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് എഴുതുക, പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ. ഇനി ഇതിൻ്റെ റേഞ്ച് നമുക്ക് റൂട്ട് സിമ്പിൾ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം √9 എന്ന് പറഞ്ഞാൽ എന്താ, ±3 വരും അല്ലേ. നമ്മൾ റേഞ്ചിൽ എപ്പോഴും ഇവിടെ +or- മൈനസ് എടുക്കില്ല. ഇപ്പം നമ്മൾ 5 കൊടുത്തു, √4 +or-2 വന്നാൽ 5 to 5 - 2 അല്ലേ. അവിടെ എക്സ്കോണേറ്റ് റിപ്പീറ്റ് ആകുമ്പോൾ അത് ഫംഗ്ഷനേ അല്ലാതാവും. അതുകൊണ്ട് നമ്മൾ റേഞ്ചിൻ്റെ കേസിൽ എപ്പോഴും എന്താണ്, റൂട്ട് സിമ്പിൾ വന്നാൽ 0 മുതൽ അങ്ങോട്ടുള്ളത് എടുക്കുള്ളൂ. നമുക്കറിയാം 1 വന്നാൽ എന്താണ്, 0. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. f of x is equal to -mod x. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നതിൽ മറ്റേതൊക്കെ നോക്കിക്കണം, സിഗ്നഫ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ അറിയാമല്ലോ, ആ ഗ്രാഫോട് നോക്കിക്കണം. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ചോദിച്ചാൽ ഇവിടെ -mod x ആണ്. നമ്മൾ ഇങ്ങനെ താഴോട്ട് വേ പോലെ വരയ്ക്കുക, താഴോട്ടാണ്. മൈനസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ഇരിക്കും. ഇതാണ് mod xൻ്റെ ഗ്രാഫ് അല്ലേ. അത് മൈനസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഡൊമെയിൻ എന്താ, ക്യാപിറ്റലാണ്. mod x എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പോസിറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വന്നാലോ, നെഗറ്റീവ്. നമുക്ക് റേഞ്ച് എന്ത് എഴുതാം, -∞ to 0. 0യും വരാം, അവിടെ ക്ലോസ്ഡ് എഴുതുക, -∞. ഇവിടെ -mod x ആണ്, അതുകൊണ്ടാണ് -∞ to 0. f of x is equal to √25 - x². ഇവിടെ നമുക്ക് റൂട്ട് സിമ്പിൾ ഉള്ളതുകൊണ്ട് എന്ത് എഴുതാം, ഡൊമെയിൻ 25 - x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 25 greater than or equal to x² or x² less than or equal to 25. So domain is equal to closed interval -5, 5, -5 മുതൽ 5. ഇവിടെ 9 ആയിരുന്നെങ്കിൽ -3, 3. ഇവിടെ നമുക്കറിയാം 0 വന്നാൽ എന്ത് വരും, 5 അല്ലേ. മാക്സിമം ഇതിൻ്റെ വാല്യൂ ഏത് വരെ വരുള്ളൂ, 5, റേഞ്ച്. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു 0 to 5. A relation from A to B is a dash of A cross B എന്ന് ചോദിച്ചാൽ subset of A cross B. നമുക്ക് ഡൊമെയിൻ ആൻഡ് റേഞ്ചിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. f of x, ഇതിൽ ഡൊമെയിൻ മാത്രമേ ഉള്ളൂ, റേഞ്ച് ഇല്ല. ഫൈൻഡ് ദ ഡൊമെയിൻ. f of x is equal to x² + 2x + 3 by x² + 8x + 12. എന്നൊക്കെ ഇങ്ങനെ ആൾജിബ്രിക് ഒരു റാഷണൽ ഫോമിൽ കിട്ടിയാൽ, ഫ്രാക്ഷൻ ഫോമിൽ കിട്ടിയാൽ ഡിനോമിനേറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ഡിനോമിനേറ്റർ 0 വന്നാൽ എന്താവും, നോട്ട് ഡിഫൈൻഡ് ആവും അല്ലേ. ഇവിടെ സം 8 കിട്ടണം, പ്രോഡക്റ്റ് 12 കിട്ടണം, 6ഉം 2ഉം. നമുക്ക് ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, x² + 8x + 12, x + 6 ഇൻറ്റു x + 2. ഇവിടെ സം -8ഉം പ്രോഡക്റ്റ് 12 ആയിരുന്നെങ്കിൽ ഇത് രണ്ടും എന്താവും, മൈനസ്. ഇത് നമ്മളിത് 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും, -6, x is equal to -2. ഈ കിട്ടിയ രണ്ട് നമ്പറും എക്സിന് വരാൻ പാടില്ല അല്ലേ. വന്നു കഴിഞ്ഞാൽ അതെന്താവും, 0 ആവും. therefore domain is equal to r -
സെറ്റ്. നമുക്ക് ഈ കിട്ടിയ നമ്പറല്ല, ഇവിടെ എക്സിന് കിട്ടിയ ഈ നമ്പേഴ്സാണ് എഴുതേണ്ടത്. സൊല്യൂഷൻ -6 -2. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് -6 ആൻഡ് -2. -6 -2 ഒഴികെയുള്ള എല്ലാ റിയൽ നമ്പറും എക്സിന് വരാം. അതാണ് ഡൊമെയ്ൻ. Next question, f of x, x square plus 5x, g of x, 2x plus 1. നമുക്കിതിൽ f plus g of x എഴുതാം. f of x plus g of x, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. x square plus 5x plus 2x plus 1. രണ്ട് ലൈക്ക് ടേംസ് ആണ്. 5 + 2 7. ഇനി നമുക്കിതിൽ f - g, f/g എല്ലാം നോക്കാം. f ഇൻറ്റു g, f - g of x, f of x minus g of x, x square plus 5x minus, ഇത് 2 ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. 2x plus 1, മോർ ദാൻ 1 ടേം ഉണ്ടെങ്കിൽ, 2 ടേംസ് എന്നല്ല, എത്ര ടേംസ് അല്ല മോർ ദാൻ 1 ടേം ആണെങ്കിൽ നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ മൈനസ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ മാറും. -2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 1. ഇനി നമുക്ക് FG. FG എന്ന് പറഞ്ഞാൽ എന്താ? f ഇൻറ്റു ജി. ചിലപ്പോൾ ഇവിടെ ഒരു ഡോട്ട് തരാം. f ഇൻറ്റു ജി, f ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 5x ഇൻറ്റു 2x പ്ലസ് 1, എക്സ് സ്ക്വയർ ഇൻറ്റു 2x 2x ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ, 5x ഇൻറ്റു 2x 5 ഇൻറ്റു 2 10, x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 5x ഇൻറ്റു 1 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ, 10 + 1 11 ലൈക്ക് ടേംസ്. പ്ലസ് 5x, 2x ക്യൂബ് 1 + 10 11 x സ്ക്വയർ പ്ലസ് 5x. ഇനി നമുക്ക് f/g നോക്കാം. f of x by g of x. ഇവിടെ നമുക്ക് g of xൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പം നമ്മൾ g of x 0 ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പം അതിൽ നിന്നൊക്കെ എന്താ കിട്ടുന്നത്? 2x is equal to -1, x is equal to -1/2. f of x by gx എന്ന് എഴുതിയിട്ട് x സ്ക്വയർ പ്ലസ് 5x ബൈ 2x പ്ലസ് 1 കോമ x നോട്ട് ഈക്വൽ ടു -1/2. അങ്ങനെ നമ്മൾ കാണിക്കണം. ഇതിൽ f/g വരുമ്പോൾ മാത്രം നമ്മൾ എന്താണോ നമുക്ക് g of x ഡിനോമിനേറ്റർ വരുന്നത് അത് 0 ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇവിടെ നോട്ട് ഈക്വൽ കാണിക്കണം. ഇപ്പോൾ ഇവിടെ വെറും x മാത്രമേ ഉള്ളായിരുന്നെങ്കിലോ x നോട്ട് ഈക്വൽ ടു 0. ഇവിടെ x -1 ആയിരുന്നെങ്കിലോ x നോട്ട് ഈക്വൽ ടു 1. ഇത് നമ്പർ ഇട്ടും ഇങ്ങനെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതുകൂടെ നോക്കാം നമുക്ക്. f of x is equal to 2x minus 1, g of x is equal to x square plus 1, fg of -1, f of -1 into g of -1. Replace x by -1, 2 into -1 -2, -1 അതേപോലെ എഴുതുക, -1 സ്ക്വയർ 1, 1 + 1, രണ്ടും നെഗറ്റീവാണ്. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. 1 + 1 2 -6.
എ ക്രോസ് ബി, ബി ക്രോസ് എ ഒക്കെ എഴുതാൻ ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. എ ക്രോസ് ബി, ബി ക്രോസ് എ. പിന്നെ എ ക്രോസ് എ അത് നോക്കുക. പിന്നെ ഓർഡേഡ് പെയർ ഇങ്ങനെ തരാം. x-3 4 3x, y എന്ന് ചോദിച്ചാൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എഴുതുക. x-3 = 3x. നമുക്ക് 3xനെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. -3 റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. -2x = 3. x = 3/-2 അല്ലെങ്കിൽ -3/2. ഇനി y കോർഡിനേറ്റ് ആയിട്ട് കീറ്റ് ചെയ്താലോ. y = 4, x = -3/2. ഇങ്ങനെയൊക്കെ നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്ത് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ വീഡിയോസ് കാണുക. ചാപ്റ്ററിൻ്റെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. ട്രിഗണോമെട്രി ഞാനൊരു വീഡിയോയും കൂടി ഇന്നിടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.